നമസ്കാരം. കുവൈറ്റിൽ ഇന്ന് മംഗൾഫ് പ്രദേശത്ത് ഉണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ 40 പേരിൽ 21 പേരുടെ വിവരങ്ങൾ ലഭ്യമായി. വിവിധ ആശുപത്രികളിൽ വെച്ച് മരണമടഞ്ഞവരിൽ 11 പേർ മലയാളികൾ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരണമടഞ്ഞ മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും എന്നാണ് സൂചന. 40-ലധികം പേർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതിൽ 41 49 ഉള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കൃത്യമായി ഔദ്യോഗിക കണക്കനുസരിച്ച് 40 പേരാണ് മരിച്ചത് എന്നാണ് സൂചനകൾ. മരിച്ച വ്യക്തികളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്: ഷിബു വർഗീസ്, തോമസ് ജോസഫ്, പ്രവീൺ മാധവ് സിംഗ്, ഷമീർ, ലൂക്കോസ് വടക്കോട്ട്, ഉണ്ണുണ്ണി, ഭൂനാഫ് റിച്ചാർഡ്, റോയ് ആനന്ദ, കേളു പൊന്മലേരി, സ്റ്റീഫൻ എബ്രഹാം സാബു, അനിൽ ഗിരി, മുഹമ്മദ് ഷെരീഫ്, സാജു വർഗീസ്, ദ്വാരകീഷ് പട്നായിക്, മുരളീധരൻ PV, വിശ്വാസ് കൃഷ്ണൻ, അരുൺ ബാബു, സാജൻ ജോർജ്, രഞ്ജിത്ത് കണ്ടെടുക്കം, റെയ്മണ്ട് മഗന്തായ്, ജീസസ് ഒലിവോറസ് ലോപ്സ്, ആകാശ് ശശിധരൻ നായർ, ഡെന്നി ബേബി കരുണാകരൻ എന്നീ 21 പേരാണ് മരിച്ചത്. ഇതിൽ 11 പേർ മലയാളികളാണ് എന്നുള്ളതാണ് സൂചനകൾ പുറത്തുവരുന്നത്. മറ്റുള്ളവരുടെ വിശദാംശങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുമാണ് ഈ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവരുന്നത്. ഇനിയും മരണപ്പെട്ട വ്യക്തികളിൽ മലയാളികൾ ഉണ്ട് എന്നുള്ള സംശയവും സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ മലയാളികൾ എത്ര പേരുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അറിയാനുണ്ട്. അത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. നിരവധി മലയാളികൾ ഈ NTPC കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ പലരും ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 21 പേരിൽ 11 പേർ മലയാളികളാണ്. ഇതിൽ ഷമീർ എന്ന വ്യക്തി കൊല്ലം സ്വദേശിയാണ് എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പ്രദേശങ്ങൾ, നാട്ടിൽ എവിടെയാണ് എന്നുള്ള കാര്യം വ്യക്തമായി വരുന്നതേയുള്ളൂ. കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ പരിശോധനകളും ഈ ഒരു വിഷയത്തിൽ നടത്തേണ്ടതുണ്ട്. NTPC കമ്പനിയുടെ 6 നിലയുള്ള മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഇന്ന് പുലർച്ചെ വൻ തീപിടുത്തമുണ്ടായത്. പലരും കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റിട്ടുണ്ട്. 40-ലധികം പേരുടെയും മൃതദേഹം ഫ്ളാറ്റിനുള്ളിൽ തന്നെയാണ് കണ്ടെത്തിയത്. ചിലർ ആശുപത്രിയിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 11 മലയാളികൾ മരിച്ചതായുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും വരും ബുള്ളറ്റിനുകളിൽ തീർച്ചയായിട്ടും നൽകാം.